സ്തോത്രം. ചരിത്രപരമായ വാക്യങ്ങൾ 68, നിവൃത്തിയായ പ്രവചനങ്ങൾ 10, നിവൃത്തിയാകാത്ത പ്രവചനങ്ങൾ 5. ഇത്രയാണ് സ്ഥിതി വിവര കണക്കുകൾ. സ്തോത്രം. അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നമ്മൾ ഇന്നലെ വായിച്ചു അല്ലേ? ഒന്ന് വായിക്കാമോ? ക്രിസ്തയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാം എന്ന് നമ്മൾ ഇന്നലെ പഠിച്ചു. സ്തോത്രം. എന്നാൽ 2-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, എന്റെ മകനെ ക്രിസ്തയേശുവിനുള്ള കൃപയാൽ ശക്തിപ്പെടുക. എപ്പോഴും ചിന്തിക്കേണ്ട ഒരു ഭാഗം ഇതാണ്. നമ്മൾ ആരുടെ വകയാണ്? നിങ്ങൾക്കറിയാമോ നമ്മൾ ആരെ വകയെന്നറിയാമോ? നമ്മൾ കർത്താവിന്റെ വകയാണ്. ദൈവത്തിന്റെ വകയായിരിക്കുന്ന നമ്മളെ കർത്താവ് ഇവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നതിന്റെ കാര്യം മനസ്സിലായി. നമ്മൾ എപ്പോഴും ചിന്തിക്കണം, നമ്മൾ താന്താങ്ങൾക്കുള്ളവരല്ല, നമ്മൾ കർത്താവിന്റെ വകയാണ്. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും കൂടുതൽ സ്തോത്രം, ഏറ്റവും കൂടുതൽ വേദപുസ്തകത്തിനകത്ത് ദാവീദ് പറഞ്ഞൊരു കാര്യം ഇതാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ്? എനിക്കിത് ഓഫ് ചെയ്തപ്പോ എനിക്ക് തന്നെ വ്യത്യാസം തോന്നി. നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നത് എനിക്കറിയില്ല. സ്തോത്രം. ആമേൻ. എന്താണ് ദാവീദ് പറയുന്നത്? യഹോവ എന്റെ ഇടയൻ എന്ന് പറഞ്ഞാൽ വേറെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കത്തില്ല, എന്റേത് മാത്രം. ഇപ്പൊ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത് ഇതിനകത്ത് നിന്ന്? 2 വാക്യം ഞാൻ വായിച്ചു. 1-ാമത്തെ വാക്യം, 2 3-ാമത്തെ വാക്യം. എന്താ ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഭാഗം? ഈ 1-ഉം 3-ഉം ചിന്തിക്കേണ്ട ഭാഗം, കഷ്ടം അത് നമുക്കുള്ളതാണ്. സ്തോത്രം. എല്ലായ്പ്പോഴും ഇല്ല. അതെ, എല്ലായ്പ്പോഴും ഇല്ല. ഇതൊരു കൃപാവരമാണ്. കൃപാവരങ്ങളിൽ ഒന്നാണ് കഷ്ടത എന്ന കൃപാവരം. എല്ലാവർക്കും കഷ്ടതയില്ല കേട്ടോ, എല്ലാവർക്കും കൃപാവരം ഇല്ല. അപ്പൊ ഏറ്റവും കൂടുതൽ കൃപാവരം എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി നിൽക്കുന്നവർക്കാണ്. ഞാൻ ഇതൊരു കൃപാവരമായിട്ടാണ് കൂട്ടുന്നത്. കാരണം അങ്ങനെയാണല്ലോ, ഇല്ലേ? അങ്ങനെ വേണ്ടി ഇതൊരു കൃപാവരമല്ലേ കഷ്ടമെന്നത്, അല്ലേ? അതെ. അപ്പോ ഇതൊരു കൃപാവരം. അപ്പൊ നമുക്ക് ഈ കഷ്ടത ഉണ്ടെങ്കിൽ എന്തുണ്ട്? കൃപയുണ്ട്. അതാണ് കർത്താവ് പൗലൂസിനോട് പറഞ്ഞത്. എന്താ പറഞ്ഞേ? പൗലൂസ് തന്റെ ശരീരത്തിലെ ആ രോഗത്തിന് വേണ്ടി മാറാൻ പ്രാർത്ഥിച്ചു. അപ്പോ കർത്താവ് എന്താ പറഞ്ഞേ? പൗലൂസേ, എന്റെ കൃപ നിനക്ക് മതി. അതെന്ത് ചെയ്യുന്നു? ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പൊ ഈ കൃപ എങ്ങനെയാണ്? ബലഹീനതയിൽ ഈ കൃപ എന്ത് ചെയ്യുന്നു? തികഞ്ഞു വരുന്നു. പുസ്തകത്തിലെ ഏറ്റവും വലിയൊരു കാര്യം പ്രൈസ് ദി ലോർഡ്, തികഞ്ഞു വരുന്നത്. അപ്പൊ കഷ്ടതയുണ്ട്, അല്ലെങ്കിൽ കഷ്ടം അനുഭവിക്കേണ്ടി വന്നാലും ശ്രദ്ധിക്കൂ, ഇതൊരു കൃപാവരമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ പുസ്തകത്തിനകത്തുള്ള 2-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ പാർട്ടാണ് ഞാനിവിടെ വായിച്ചത്. ഈ പുസ്തകത്തിൽ 4 അധ്യായമുണ്ട്. 4 പാർട്ടായി ചിന്തിക്കാൻ പോകുന്നു. 4 പാർട്ടായി. 1-ാമത്തെ പാർട്ടാണ് ഇവിടെ നമ്മൾ വായിച്ചത്. എന്താണ്? യേശുക്രിസ്തുവിന്റെ നല്ല പഠനായി. നിങ്ങളെല്ലാവരും നല്ല പഠനാണ്. ഇതിനകത്ത് 2 വർഷം പൂർത്തീകരിച്ചവരുണ്ട്, 1 വർഷം പൂർത്തീകരിച്ചവരുണ്ട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മൾ ആരാ? ക്രിസ്തുവിന്റെ നല്ല പഠൻ. ആമേൻ. ഇത് ഉറപ്പായിട്ടും ഈ വാക്യം നമ്മൾ എവിടെ വരും? പരീക്ഷയ്ക്ക് വരും, ഓരോ പുസ്തകത്തിനകത്ത്. ആമേൻ. നമ്മൾ താഴോട്ട് വായിച്ച് 1-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ, 1-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഇവിടെ 10-ാമത്തെ വാക്യം നമ്മൾ ഇന്നലെ വായിച്ചു എന്ന് തോന്നുന്നു. ഓക്കെ, അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് ഒരാളുടെ വായിക്കാമോ? അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. കണ്ടോ? ഇപ്പൊ നമ്മൾ പ്രാപിച്ച ആത്മാവ് എന്നറിയാമോ? ഭീരുത്വത്തിന്റെ ആത്മാവ് അല്ല. എപ്പോഴും ഒരു ദൈവ പൈതൽ എപ്പോഴും ചിന്തിക്കൊണ്ടൊരു ഭാഗം, ഒരു വിഷമം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോ, ഒരു വേദന കടന്നു വരുമ്പോ നമ്മൾ ചിന്തിക്കണം, കർത്താവേ, ഞാൻ പ്രാപിച്ചത് തോൽവിയുടെ ആത്മാവിനെ അല്ല, അല്ലെങ്കിൽ
പരാജയത്തിന്റെ ആത്മാവിനെ അല്ല. ഞാൻ പ്രാപിച്ചത് ദൈവത്തിന്റെ ആത്മാവിനെയാണ്. വീരത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും അടുത്ത്, സ്നേഹത്തിന്റെയും അടുത്ത്, സ്വബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് നൽകിയത്. കണ്ടോ? ഒന്നാമത്തെ ആത്മാവ് ഏതാണ്? ശക്തിയുടെ ആത്മാവ്. രണ്ടാമത്തെ സ്നേഹത്തിന്റെ ആത്മാവ്. മൂന്നാമത് സ്വബോധത്തിന്റെ ആത്മാവ്. ആരാധിക്കുമ്പോൾ തലയിൽ നിന്ന് തുണിയിങ്ങ് മാറിയാൽ നമ്മൾ അറിഞ്ഞിരിക്കും. സ്തോത്രം. നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ നമ്മൾ ശരീരം തട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അറിഞ്ഞിരിക്കുന്നു. അതാണ് സ്വബോധത്തിന്റെ ആത്മാവ്. മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ, സർവോപരി എന്നെ ഞാനായി കാണുവാൻ. സ്തോത്രം. അഭിഷക്തന്മാരെ അഭിഷക്തന്മാരായി കാണുവാൻ. അതാണ് സ്വബോധത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. സ്തോത്രം. അവിടെ ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, വ്യാപരിക്കുന്നത് ആമേൻ ഭീരുത്വത്തിന്റെ ആത്മാവല്ല, സ്വബോധത്തിന്റെ ആത്മാവ്. അതാണ് യേശു പറഞ്ഞില്ലേ, ആമേൻ ആമേൻ, വൃക്ഷത്തെ എങ്ങനെ തിരിച്ചറിയാൻ പറഞ്ഞത്? എങ്ങനെയാ പറഞ്ഞേ? ഫലം കണ്ട്. സ്തോത്രം. അപ്പൊ ഫലം കണ്ട് വൃക്ഷത്തെ എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചറിയാൻ പറ്റും. ആമേൻ, സ്തോത്രം. അങ്ങനെയെങ്കിൽ വൃക്ഷങ്ങളിൽ നിന്ന് ഏറ്റവും കരുത്തുറ്റൊരു വൃക്ഷത്തിന്റെ പേര് പറയാം. വേദോസ്തര ആ വൃക്ഷമുണ്ട്, പറയാമോ? മുകളിലോട്ട് നോക്കണ്ട സിസ്റ്ററെ. അത്തി. വേദപുസ്തകത്തിൽ ആ വാക്യം വളരെ ശക്തമായി തന്നെ പറയുന്നു. പറഞ്ഞോളൂ. 1, 2, 3 വരെയാണ്. അടുത്ത് അത് ഒരു നീതിമാനെ കൂടെ യോജിപ്പിച്ചിരിക്കുന്നു. പല ആമേൻ. നീതിമാൻ പന പോലെ തഴയ്ക്കുമെന്ന. അപ്പൊ ഈ പനയുടെ പ്രത്യേകത എന്തറിയാം? എന്താണ് പനയ്ക്കുള്ള പ്രത്യേകത? ശിഖരങ്ങളൊന്നുമില്ല, അത് ഒറ്റയ്ക്കാ നിൽക്കുന്നത്. ശ്രദ്ധിക്കണം. അതിന് വേറെ താങ്ങോ അല്ലെങ്കിൽ കൂടെ ആരെങ്കിലും താങ്ങോ എന്ന് പറഞ്ഞ് നിൽക്കുന്നതല്ല. അത് നീതിമാൻ പന പോലെ തഴയ്ക്കുന്നു. അടുത്തൊരു വൃക്ഷമുണ്ട്, ഏതെന്നറിയാമോ? പറഞ്ഞേ. അടുത്ത വൃക്ഷം, പെട്ടെന്ന്. ദേവദാരു. അടുത്തൊരു വൃക്ഷമുണ്ട്, ആരും ഇഷ്ടപ്പെടാത്ത വിഷം. ആ വൃക്ഷം ആർക്കും ഇഷ്ടമല്ല, കാണാൻ ഭംഗിയില്ല. പറഞ്ഞേ. കാഞ്ഞിരം. കാഞ്ഞിരം. ആർക്കും കാഞ്ഞിരൊക്കെ നല്ല ഭംഗിയാണ്. ആമേൻ. പറഞ്ഞേ. സമാഗമനം കൂടാതെ നമ്മൾ വൃക്ഷത്തിന്റെ പേര് പറഞ്ഞോ. കതിരിമരം. അത് തന്നെ സിസ്റ്റർ, അത് തന്നെ കതിരിമരം. ആർക്കും ഇഷ്ടമല്ല. അത് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ പോലും നിങ്ങൾ പലരും ഇരിക്കും പോലെയാ. സ്തോത്രം. ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് ആമേൻ, പ്രൈസ് ദി ലോർഡ്, വല്ലാണ്ടിരിക്കുന്നില്ലേ? ആമേൻ. ഇതിനെ എന്തെന്നറിയാമോ? ഇതിനെ മിഷീനിലാണ് കയറ്റും. അന്നത്തെ മിഷീനൊന്നും ഇല്ലായിരുന്നു. ഇതിനെ നേരെ സാറേ മൈക്ക് ഓഫാ. പറ്റുന്നില്ലേ? അപ്പൊ നോക്കൂ. അപ്പൊ ഏറ്റവും ഭംഗിയുള്ള അല്ലെങ്കിൽ ഏറ്റവും കരുത്തുറ്റ ഒരു വൃക്ഷമാണ് നമ്മൾ ചിന്തിച്ചത്. ഏതാ? പന. എന്താ നീതിമാൻ അതിൽ കൂടെ ചേർത്തത്? പനയിൽ ഏത് സമയത്ത് എന്തുണ്ടാവും എന്നറിയാം? എന്തുണ്ടാവും? ഫലമുണ്ടാവും. ഫലം. ആമേൻ. തങ്ങമ്മന്റെ വീട്ടിലോട്ടൊക്കെ പോകുമ്പോഴേ ആ എരുമേലി ഭാഗത്തൊക്കെ ഈ സാധനം ഇങ്ങനെ വെച്ചിരിക്കുക. അക്കാനി, നൊങ്ക്. ഓരോ സീസണില് എല്ലാ ഭാഗത്തും എല്ലാ സ്ഥലത്തും ഇതിങ്ങനെ ഏറ്റവും വിശേഷിക്കപ്പെട്ട ഒരു ഫുഡാണ്, ഒരു ഫ്രൂട്ട്സ് ആണ്, അല്ലെങ്കിൽ ഒരു ഫലമാണ് ഈ നൊങ്ക് എന്ന് പറയുന്ന സാധനം. ശ്രദ്ധിക്കൂ. അപ്പൊ നമ്മൾ ഇവിടെ വായിച്ചത് എന്താണ്? ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, അല്ലെ? അവിടെ അങ്ങനെ വായിക്കുന്നു. ശ്രദ്ധിക്കൂ. കുറച്ച് ഭാഗം നമുക്ക് എഴുതേണ്ടതായുണ്ട്. അടുത്ത് നമ്മള് വേദപുസ്തകത്തിലെ സ്ഥിതി വിവര കണക്കുകൾ നമ്മൾ പഠിച്ചു. 2,
യേശുക്രിസ്തു ഈ ലോകത്തിൽ അവതരിച്ചു. യേശുക്രിസ്തു ഈ ലോകത്തിൽ അവതരിച്ചു. യേശുക്രിസ്തു ഈ ലോകത്തിൽ അവതരിച്ചു. നിർത്തി ഒരു കാര്യം ചോദിക്കട്ടെ, ബാക്കി ഇപ്പൊ എഴുതാം. എന്തിനാ യേശുക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചതെന്ന് പറയാം? നമുക്ക് ഒത്തിരി ആശയങ്ങളുണ്ടാവും, ഒത്തിരി അഭിപ്രായങ്ങൾ ഉണ്ടാകും, ഒത്തിരി ചിന്താഗതികൾ ഉണ്ടാവും. എന്തിനാ ആദ്യം കർത്താവ് ഈ ഭൂമിയിൽ അവതരിച്ചത് പറയാമോ? ഒറ്റ വാക്ക്. ക്രിസ്തുവിന്റെ പാപപരിഹാരത്തിന് വേണ്ടിയിട്ടുണ്ട്. അതാണ് ആദ്യം എല്ലാവരും വായിലും വരുന്നത്. എല്ലാവരുടെ വായിലും ആ ഒറ്റ പോയിന്റ് അവർ. അടുത്ത് ഒരു വ്യത്യാസപ്പെട്ട് വരട്ടെ. പ്രോസസ് പറഞ്ഞത് കറക്റ്റാ, കാരണം നമ്മളെല്ലാം കേട്ട് പഠിച്ചത് അങ്ങനെയാണ്. അടുത്ത് പറയൂ, എന്തിനാ യേശു കർത്താവ് ഈ ഭൂമിയിൽ അവതരിച്ചത്? എന്തിനു വേണ്ടിയാ? പറഞ്ഞോളൂ. ശരി തന്നെ, അങ്ങന്മാര് പറഞ്ഞു ശരിയാ, പറഞ്ഞേ, കുഴപ്പമില്ല, പറഞ്ഞോളൂ. പാപത്തിൽ നിന്ന് മനുഷ്യനെ മോചിക്കാനെന്നാ ഞാൻ പറഞ്ഞ. അതാണ് പറഞ്ഞത്. അവിടെ പ്രോസസ് അതിൽ പിടിച്ചു പോവേണോ? വ്യത്യാസമുണ്ടോ? അതിൽ പിടിച്ചു പോവേണം. ഇത് സിസ്റ്ററെ വ്യത്യാസം വരുന്നുണ്ടോ? അല്ലെ അതിൽ പിടിച്ചു പോവേണം? അപ്പന്റെ ഇഷ്ടം ചെയ്യുവാൻ, നിവർത്തിപ്പാൻ. നിവർത്തിപ്പാൻ. അവിടെ ഓമന സിസ്റ്റർ ഇതിലെ കൂടെ അവർ കൂടെ ചേർന്ന് പോവേണോ? അല്ലെ മനുഷ്യജാതിയെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അത് കറക്റ്റായ കാര്യം. അവിടെ സ്റ്റാൻഡി സിസ്റ്റർ എന്ന് പറയുന്നു, പ്രസീസ് സിസ്റ്റർ എന്ന് പറയുന്നു. പറയാനുണ്ടോ എന്തെങ്കിലും? ഇല്ല. യേശു കർത്താവ് ഈ ഭൂമിയിൽ അവതരിച്ചതിന്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യം മരണം നീക്കിക്കളഞ്ഞു. എഴുതിക്കോളൂ. യേശു കർത്താവ് ഈ ഭൂമിയിൽ അവതരിച്ചതിന്റെ പ്രധാനമായ കാരണം മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അമർത്യമായതും വെളിപ്പെടുത്തുകയും ചെയ്തു. 1:10. 1:10 കണ്ടോ? ആ 1:10 ഇവിടെ വായിക്കുന്നു. ഇപ്പോൾ മരണം നീങ്ങുകയും. ഒന്ന് വായിച്ചേ 1:10. ഇപ്പോൾ മരണം നീങ്ങുകയും. വായിച്ചാട്ടെ. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. കണ്ടോ? യേശുക്രിസ്തു ഈ ഭൂമിയിൽ, പിതാവായ ദൈവം ഈ ഭൂമിയിൽ അയച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മരണം നീക്കുക. മറന്നു പോകരുത്. അതിനു വേണ്ടിയാണ് കർത്താവ് തന്നെ ഏൽപ്പിച്ചു കൊടുത്തത്. മരണം നീങ്ങുക. നമ്മുടെ പിതാക്കന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ചതാണ്. കർത്താവിടെ വന്ന എന്തിനാ? പാപമോചിപ്പാൻ, രക്ഷിപ്പാൻ, അപ്പനെ ഇഷ്ടം ചെയ്യുവാൻ. ഇതൊക്കെ നമ്മെ പഠിപ്പിച്ചത്. പക്ഷേ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി വരുമ്പോ, പല പുസ്തകങ്ങളൊക്കെ നമ്മൾ റെഫർ ചെയ്യുമ്പോ, അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നു കർത്താവായ യേശു ക്രിസ്തു ഇവിടെ വന്നതിന്റെ പ്രധാനമായ ഒരു കാര്യമാണ് മരണം നീക്കുക. അടുത്ത് എഴുതിക്കോളും. അവിടെ നിന്ന് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയും
രക്ഷയും നിത്യ തേജസ്സും, രക്ഷയും നിത്യ തേജസ്സും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പ്രദാനം ചെയ്യുകയും ചെയ്തു. 2:8 മുതൽ 10 വരെ. 2:8 മുതൽ ഒന്ന് വായിക്കാമോ ഒരാളിന്? 2:8 മുതൽ 10 വരെ ഉള്ള വാക്യം. ദാവീദിന് സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിന് ബന്ധനമില്ല. അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ വ്രതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. ഇവിടെ നമ്മളിവിടെ 9ാമത്തെ വാക്യം വായിച്ചപ്പോ അവിടെ പറയുന്നതാണ്, ദൈവവചനത്തിനോ എന്തില്ല? ബന്ധനമില്ല. 2ാമത്തെ പാർട്ടാണ് ദൈവവചനത്തിന് ബന്ധനമില്ല. 2ാമത്തെ പാർട്ട് 9ാമത്തെ വാക്യത്തിലാണ്. 2:9 2ാമത്തെ പാർട്ട്. ആമേ. ദൈവവചനത്തിന് എന്തില്ല? ബന്ധനമില്ല. ദൈവവചനത്തിന് ബന്ധനമില്ല. എന്നിട്ട് അടുത്ത് പറയുന്ന 10ാം വാക്യം, അതുകൊണ്ട് ക്രിസ്തേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സിനോട് കൂടി മൃതന്മാർക്ക് സ്തോത്രം കേട്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. അപ്പൊ ദൈവവചനത്തിന് ബന്ധനമില്ലെന്ന് പറഞ്ഞ ശേഷം നോക്കിക്കേ, അതോട് ചേർന്ന് ഇപ്പൊ 2ാമത്തെ പാർട്ടിലോട് ചേർന്ന് ഒത്തുവാക്യമാണ് ഫിലിപ്പിയർ ലേഖനം 1:7. ദൈവവചനത്തിനോ ബന്ധനമില്ല എന്ന വാക്യത്തിന് അടിസ്ഥാനമായിട്ട് 1-2 വാക്യങ്ങളോട് തരാം. ഫിലിപ്പിയർ 1:7, 2 തീമത്തി 1:8 മുതൽ 12 വരെ. 2 തീമത്തി 4:17, ഫിലിപ്പിയർ 1:13. ഇത്രയും വാക്യമാണ് ആ വചനത്തോട് ചേർന്ന് വരുന്നത്. സ്തോത്രം. നിങ്ങൾക്കൊരു മെസ്സേജിനൊക്കെ വളരെ അനുഗ്രഹമാണ്. സ്തോത്രം. അടുത്ത് താഴോട്ട് എഴുതേണ്ടത്, വിശ്വാസികൾ ക്രിസ്തുവിനോട് മരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു. രണ്ടിന്റെ 11 നാം അവനോട് കൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. ആരുടെ കൂടെ മരിക്കണം? മരണം എത്രയുണ്ട്? ഒരു വിശ്വാസിക്ക് എത്ര മരണമുണ്ടെന്നറിയാമോ? എത്ര മരണം ഒരു വിശ്വാസിക്കുണ്ട്? 2 പറഞ്ഞു. 2. ഒന്ന് വിശദീകരിക്കാമോ? അത് ഒന്നാൻ സ്നാനപ്പെടുമ്പം ജലത്തോടുകൂടെ അവനോടുകൂടെ കുഴിച്ചിടപ്പെടുക. രണ്ടാമത്തത് നമ്മൾ ശരിക്കും മരിക്കും. ആത്മീയ മരണം. ഒന്നുകൂടെ വ്യക്തമാക്കാമോ? പറഞ്ഞത് കറക്റ്റാ, ഒന്നുകൂടെ വ്യക്തമാക്കോ? ആത്മീയ മരണം ശാരീരിക മരണവും. എങ്ങനെയാ ആത്മീയ മരണം? ഒരാള് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുമ്പം അത്
അല്ല, മാനസാന്തരം. ഒന്ന് മാനസാന്തരം, 2 രക്ഷ, 3 സ്നാനം. മാനസാന്തരപ്പെടണ്ടേ? മനസ്സ് പുതുക്കി വരണ്ടേ? രക്ഷ, മാനസാന്തരം, രക്ഷ. അടുത്തെന്താണ്? സ്നാനം. ഈ സ്നാനത്തിൽ കൂടെ നിമഞ്ജനം, ബാപ്റ്റിസം, അതായത് വെള്ളത്തിന് അടിയിലേക്ക് അമർന്നു പോയ ശേഷം, ഞാൻ ഇങ്ങനെ പ്രസംഗിക്കാറുണ്ട്, 6 അടിയുള്ള കുഴിക്കകത്ത്, 6 അടിയുള്ള പെട്ടിക്കകത്ത് ഒരു മനുഷ്യനെ അടക്കം ചെയ്യുന്നതാണ് സ്നാനം. അവൻ ആ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോഴാണ് എന്താണ്? അവൻ അടുത്ത രൂപാന്തരത്തോടെ അവൻ പൊങ്ങുകയാണ്. അവൻ പഴയ മനുഷ്യൻ തന്റെ രാഗമോഹങ്ങളോട് എന്ത് ചെയ്തു? കുഴിച്ചിടപ്പെട്ടു, അടക്കം ചെയ്തു. ശേഷം വരുന്നത് പുതിയ മനുഷ്യൻ. അതാ പറഞ്ഞ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ആരാ? പുതിയ സൃഷ്ടി. ആമേൻ. ഇപ്പൊ 2ാമത്തെ ഭാഗമാണ് നമ്മൾ ഇവിടെ ചിന്തിച്ചത്, അല്ലെ? 9ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. ശേഷം നമ്മള് ആമേൻ 11ാമത്തെ വാക്യത്തിൽ നാം അവനോട് കൂടെ മരിച്ചു എങ്കിൽ, മരിച്ചോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മരിച്ചവരാണല്ലോ, അല്ലേ? യെസ്, എല്ലാവരും മരിച്ചവരാണ്. അവൻ മരിച്ചവർക്ക് അടുത്തു വേണ്ടതാണ് എന്താ? എന്താ അടുത്തു വേണ്ടത്? പുതിയ ഒരു സൃഷ്ടി, അതിന്റെ ഫലങ്ങൾ വേണം. പുതിയ സൃഷ്ടിയുടെ ഫലങ്ങളാണ് അടുത്തു വേണ്ടത്. ശ്രദ്ധിക്കൂ, അതിന്റെ 14ാമത്തെ വാക്യം ഒന്ന് വായിക്കുമ്പോ എന്താ? അല്ല, സോറി, 12ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും, നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. 12ാമത്തെ വാക്യം വായിച്ചോളൂ. 12ാം വാക്യം വായിച്ചോളൂ. സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും, നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. 13. നാം അവിശ്വസ്തനായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. കണ്ടോ? പലപ്പോഴും നമ്മൾ അവിശ്വസ്ത കാണിക്കുന്നെങ്കിലും ദൈവം വിശ്വസ്തനാ. ഇതിനകത്തിരിക്കുന്ന എല്ലാവരോടും ദൈവം പറയാം, ദൈവം വിശ്വസ്തനാ, ഉറപ്പാ. ഇതെന്താണ്? വിശ്വാസയോഗ്യമാകുന്നു ഈ വചനം. 2ാമത്തെ ഭാഗത്ത് കിട്ടി. അടുത്ത് എഴുതിക്കോളൂ, അടുത്ത് എഴുതിക്കോളൂ. സ്തോത്രം. അവിടുത്തെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും നീതിയുടെ കിരീടം ലഭിക്കുകയും അവർ ക്രിസ്തുവിനോടൊപ്പം വാഴുകയും ചെയ്യും. അവർ ക്രിസ്തുവിനോടൊപ്പം വാഴുകയും ചെയ്യും. 2:12 നമ്മളിവിടെ വായിച്ചു കഴിഞ്ഞു. നാലിന്റെ 15 വായിക്കാമോ ഒരാളിന്? അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്തു നിന്നതുകൊണ്ട് നീയും അവനെ സൂക്ഷിച്ചുകൊള്ളുക. 3:14 നീയോ ഇന്നവനോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. എന്താ പൗലോസ് അങ്ങനെ പറഞ്ഞു? അടുത്ത വാക്യം കൂടെ വായിച്ചേ, 15ാമത്തെ വാക്യം. ദൈവശാസ്ത്രീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. 15ാമത്തെ വാക്യം പറയുന്നത് നീ പഠിച്ച് നിശ്ചയം പ്രാപിക്കുകയും. സ്തോത്രം. എന്താ പ്രാപിക്കണ്ടേ? നിശ്ചയം.
നമ്മുടെ യാത്രയ്ക്കൊരു നിശ്ചയം വേണം. വേണ്ടേ? വേണം. ഇപ്പൊ കോതമംഗലത്തുനിന്ന് രാവിലെ ഉടുത്തു ഒരുങ്ങി റെഡിയായി ബാഗെല്ലാം എടുത്ത് എല്ലാം ചെയ്തു, എല്ലാം എടുത്ത് പൈസ ഒക്കെ എടുത്തിട്ട് നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോയി നിന്നിട്ട് എങ്ങോട്ട് പോകണമെന്ന് അടുത്തേക്കുന്നത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അതിന്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു, ഇന്ന ഭാഗത്തേക്ക് പോകണം. അപ്പൊ നിശ്ചയം പ്രാപിക്കണം. ഇന്ന് ഏറ്റവും കൂടുതൽ കാണപ്പെടാത്ത ഒന്നാണ് നിശ്ചയം. ഉറപ്പില്ല. നിശ്ചയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറപ്പ്, ഒരിക്കലും മാറാത്തത്. അതെവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും? റാഹേലിന്റെ ഭർത്താവിന്റെ പേര് പറയാമോ? ഹലോ, ഓ, ഈ വെള്ളത്തിന്റെ മുകളിൽ മീൻ വന്നത് ഇങ്ങനെ ചൂണ്ടി തനക്കുന്നത് പോലെ എന്തൊക്കെയോ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്ന് പറയാമോ? യാക്കോബ്. ആ, അല്ലെങ്കിൽ ഇപ്പൊ 50 എണ്ണം വന്നനെ. സോദരം, ഈ റാഹേൽ ആരായിരുന്നു എന്നറിയാം? ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു, പറയാമോ? എന്താ ശുശ്രൂഷ? റാഹേലിന്റെ ശുശ്രൂഷ എന്തായിരുന്നു? പറ സിസ്റ്ററെ. അയ്യോ, പറഞ്ഞേ വേണ്ടി. ഗൃഹബിംബം മോഷ്ടിച്ചത്. യാക്കോബിന്റെ ഭാര്യയായ റാഹേലിന്റെ ശുശ്രൂഷ എന്തായിരുന്നു എന്നാ ചോദിച്ചേ. ബിംബം മോഷ്ടിച്ച് പോട്ടെ, അവൾ ആരായിരുന്നു? പറഞ്ഞേ. അയ്യോ, പ്രവാചകി. റാഹേൽ പ്രവാചകിയാ. തെളിവ് തരാം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട്. റാഹേൽ ഭയങ്കര പ്രവാചകിയാ. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ കൂട്ടി നിൽക്കുന്നതിൽ വലിയ പ്രവാചകിയാ റാഹേൽ. ദെബോറ എന്ന പ്രവാചകക്കാലും വലിയ പ്രവാചകിയാണ് യാക്കോബിന്റെ ഭാര്യയായ റാഹേൽ. യാക്കോബ് റാഹേൽ ഇഷ്ടപ്പെടാതെ ഉള്ള കാര്യമേ തന്നെ. മറന്നുപോകരുത്. ഉറപ്പായിട്ടും നമ്മൾ ചില ആത്മീക ആഴങ്ങളിലേക്ക് നമ്മുടെ ചിന്തകൾ കടന്നു പോകേണ്ടതായുണ്ട്. നമ്മൾ പലപ്പോഴും ചില കുടുസായ ചിന്തകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നുണ്ട്. അത് പോരാ, വിശാലമായ പഠിക്കണം. വിശാലമായ അത് കുറച്ച് പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കേണ്ടി വരും. കുറച്ചൊക്കെ നമ്മൾ വില കൊടുക്കേണ്ടി വരും. കുഴപ്പമില്ല, ആരും തെറ്റൊന്നുമല്ല കേട്ടോ. ഞാനും ഇതേപോലെ കോളേജിൽ പോകുമ്പോഴത്തേക്ക് എന്നെ ചോദിക്കുമ്പോൾ ഞാനും പറയും, ആ ബിംബം എടുത്ത് ഇങ്ങനെ വെച്ചുകൊണ്ട് പോയതാണ് സാറേ എന്ന് പറയും. അപ്പൊ സാറ് പറയും, ഈ വാന്ന് പറയും, ഈ മേശയുടെ പുറത്ത് ഇരിക്കാൻ പറയും. കുഴപ്പമില്ല, അനുസരിച്ച് കയറി മേശയുടെ പുറത്തേക്കും വെച്ചതോ. ആ ബിംബം എപ്പോൾ ഇറക്കി വെക്കും അപ്പോഴത്തേക്ക് പോയാൽ മതി. സ്വതന്ത്രം. അടുത്ത ക്വസ്റ്റ്യൻ, റാഹേൽ ഏത് മണ്ണിലാണ് മരിച്ചത്? നെക്സ്റ്റ് ക്ലാസ്സിൽ നാളെ റാഹേൽ എവിടെയാണ് മരിച്ചു വീണത്? നെക്സ്റ്റ് ക്ലാസ് 24 മണിക്കൂർ സമയമുണ്ട്. നാളെ ഇതേ സമയം, ഇതേ വേദിയിൽ, ഇതേ ഗൂഗിൾ മീറ്റിൽ നാളെ നിങ്ങൾ പറയും റാഹേൽ ഏത് മണ്ണിലാ മരിച്ച് വീണത്. നെക്സ്റ്റ് 14 മുതൽ 17 വരെ നമ്മൾ പഠിക്കുമ്പോ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ കർത്താസിയെ. 3:16. എല്ലാ തിരുവഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ആമേൻ. കണ്ടോ, എന്തഭ്യാസമാ? നീതിയിലെ അഭ്യാസം. നാളെ പഠിച്ചുകൊണ്ടിരുന്ന വാക്യം ഏതാ? എന്താ നാളെ പഠിക്കേണ്ടത്? റാഹേൽ മരിച്ച സ്ഥലം കണ്ടുപിടിക്കണം. മറന്നുപോൽ. നാളെ ഒന്ന് എന്താ ചോദിക്കണം? സാർ എന്താ പറഞ്ഞത് ചോദിക്കണം. അപ്പോഴാണ് ഞാൻ ഇവിടുത്തെ വടി കെട്ടി അങ്ങോട്ട് വന്നത്. സ്വതന്ത്രം. ആമേൻ. അപ്പൊ എന്താണ്? നീതിയിലെ അഭ്യാസത്തിനും
ആ പ്രയോജനമുള്ളതാകുന്നു. അപ്പൊ എങ്ങനെ അഭ്യസിക്കണം? നീതിയിൽ. അതാ ഇവിടെ വായിച്ചത്. നമുക്ക് അത് കുറച്ച് വാക്ക് ഞാൻ തരാം. അതിലെ ആ 15 അല്ലെങ്കിൽ 16, 17 വാക്ക്, കുറച്ച് വാക്ക്. യിരെമ്യാവിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, 2 തീമത്തി 2:21, റോമർ 15:4, 1 തീമത്തി 4:6, 2 തീമത്തി 1:13, ലൂക്കായുടെ സുവിശേഷം 6:40. ഇത്രയും ഭാഗം ആ 15, 16, 17 വാക്യങ്ങളാണ്. അപ്പൊ 1ഉം 2ഉമായി 3-ാമത്തെ പാർട്ടിലേക്ക് നമ്മൾ കടന്നു വരുന്നു. 3-ാമത്തെ പാർട്ട്, അതാണ് 3-ാമത്തെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. 3-ാമത്തെ പാർട്ട് വായിച്ചാട്ടെ. ആമേൻ, സ്തോത്രം. 11-ാമത്തെ വാക്യം. അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതെല്ലാറ്റിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ചു. എന്തെല്ലാം ഉപദ്രവങ്ങൾ പൗലൂസ് സഹിച്ചു. പക്ഷേ പൗലൂസ് തന്നെ പറയാനുണ്ട്, എങ്കിലും എന്റെ കർത്താവ് എന്നെ വിടുവിച്ചു. ലുസ്ത്രയിൽ കിട്ടിയ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായി. ലുസ്ത്രയിൽ പൗലൂസിന് കിട്ടിയ അടി എന്ന് പറഞ്ഞാൽ തന്റെ ജീവിതത്തിൽ കിട്ടാത്ത അടിയാണ് പൗലൂസിന് ലുസ്ത്രയിൽ കിട്ടിയത്. ആമേൻ. നിങ്ങൾക്ക് കഴിഞ്ഞ 3 മാസം നിങ്ങൾ പഠിച്ചതിന്റെ മാർക്ക് നിങ്ങളുടെ മൊബൈലിൽ വന്നിട്ടുണ്ടാവും. ഏറ്റ മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. എപ്പോഴും ചിന്തിക്കുക, നമ്മൾ കയറുന്ന ഓരോ ക്ലാസ്സിനും അറ്റൻഡൻസിന് മാർക്കുണ്ട്. അപ്പൊ ഇവിടെ പൗലൂസ് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, അന്ത്യോക്യയിലും ഇതൊക്കെയും അവൻ അനുഭവിച്ചു. പക്ഷെ വേറെ ആർക്കും കിട്ടാത്തതാണ് പൗലൂസിന് കിട്ടിയത്. എപ്പോഴും ചിന്തിക്കണം ആ ഭാഗം. എന്നാൽ 3-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. നോക്കിയേ, ഈ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. അടുത്ത താഴോട്ട് കുറച്ച് കാര്യം പൗലൂസ് സഭയ്ക്ക് കൊടുക്കുകയും അതിന് ദുർഘട സമയത്ത് എന്തെല്ലാം മുളച്ചു വരും എന്ന് പൗലൂസ് സഭയ്ക്ക് കൊടുക്കുന്നതാണ്, വിശ്വാസ കുടുംബങ്ങൾക്ക്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പൗലൂസ് പറഞ്ഞത്? നമുക്കറിയാം, ഒരു മഴ പെയ്യുമ്പോ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ മണ്ണിനടിയിൽ കിടന്ന വിത്തുകളൊക്കെ എന്ത് ചെയ്യും? മുളച്ചു വരും. ഇതിനകത്ത് മുള്ളുണ്ടാകും. ശ്രദ്ധിക്കണം, ഇതിനകത്ത് ചൊറിയണം ഉണ്ടാകും. ഇതിനകത്ത് നല്ല ഫലപുഷ്ടിയായ നല്ല മുളകുണ്ടാകും. നല്ല കത്തിരിക്കയോ വെണ്ടയ്ക്കയോ വെള്ളരിയോ പടവലങ്ങയോ മത്തനോ എല്ലാം ഉണ്ടാകും. പൗലൂസിനറിയാം, അന്ത്യകാലത്ത് സഭയ്ക്കകത്ത് വരുന്ന ചില മുള്ളുകളെ കുറിച്ചും ചില വിഷയങ്ങളെ കുറിച്ചും പൗലൂസ് ഇവിടെ 1, 2, 3 എന്ന് വായിക്കും. അവൻ ആദ്യത്തത് 2-ാം വാക്യം, മനുഷ്യർ എന്ത് ചെയ്യും? എങ്ങനെയാണോ പറഞ്ഞത്? സ്വസ്നേഹികളും. അല്ലേ? മനുഷ്യാരാ? സ്വസ്നേഹികളും. അതെന്താ അങ്ങനെ? സ്വന്തമായി തന്നെ അവർ സ്നേഹിക്കാർ. ആർക്കും ഒരു പരാതി. അവർ തിന്നോ കുടിച്ചോ, സഭയിലുള്ള അഭിഷക്തൻ തിന്നോ കുടിച്ചോ, ഒന്നുമല്ല വിഷയം. അവർക്ക് അവരെ മാത്രം നോക്കിയാൽ മതി. കണ്ടില്ലേ, ചില വീട്ടിലെ ചില പ്രതിമകൾ ഇരിക്കണുണ്ടോ? ഇങ്ങനെയുണ്ടോ? ആദ്യം കണ്ണ് പൊത്തും, 2 ചെവി പൊത്തും, 3 വാ പൊത്തും. ഞാൻ എന്ത് ചെയ്തില്ല? കണ്ടില്ല, പിന്നെ കേട്ടില്ല, പിന്നെ മിണ്ടിയില്ല. ചില സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക് വലിയ തലയുള്ള ഒരു മനുഷ്യന്റെ വലിയ തലയായിരിക്കും, വലിയ കണ്ണ്, കൈയും കാലും ഒക്കെ ചെറുതായിരിക്കും. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്?
ആ സ്കൂളിന്റെ ഫ്രണ്ടിൽ വെച്ചിരുന്ന ഒരു പൊമ്മയാ. എന്താ നിങ്ങൾക്ക് തോന്നുന്നു? വലിയ തലയും കൈയും കാലൊക്കെ ചെറിയതായിരിക്കും, ഒരു വെണ്ടയ്ക്ക പോലെ. എന്താ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത്? അപായം. അത് ട്രാൻസ്ഫോമറിന്റെ ഫ്രണ്ടിലിരിക്കുന്നത് അപായം. ഒരു സ്കൂളിന്റെ ഫ്രണ്ടില് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രതിമ, അതിന്റെ തല വലിപ്പമാ. റോസസ് സിസ്റ്റർ തലയേക്കാളും വലിയ തല. പിന്നെ കൈയും കാലും പറഞ്ഞ വെണ്ടയ്ക്കയും കത്തിരിക്കയും, പക്ഷെ വെണ്ടയ്ക്കയും ചില അതുപോലത്തെ ഉള്ളൂ, അത്രേ ഉള്ളൂ അതിന്റെ വലിപ്പം. അത് നിങ്ങൾ എന്ത് ഊഹിക്കും? ആ സ്കൂളിൽ പഠിച്ചിറങ്ങുന്ന കുട്ടിയുടെ ബ്രെയിനിന്റെ വളർച്ചയാണ് അവിടെ വച്ചിരിക്കുന്നത്, തലയുടെ വലുപ്പം. ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ബ്രില്യന്റാ. അവന്റെ ബ്രെയിൻ 100% ബ്രില്യന്റാ. എന്തെങ്കിലും പൊടി കിട്ടിയ, അല്ല ട്രാൻസ്ഫോമറിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന അസ്ഥിക്കൂടം അല്ല. എന്റെ പൊന്നെ, എവിടെ നിൽക്കാണ്ടോ? അപ്പോ ആ സ്കൂളിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ചില അറിയാത്തവരായിരിക്കും ഇതെന്താ ഈ ഉണ്ടാക്കി വെച്ച ഈ പ്രതിമ ഉണ്ടാക്കി വെച്ച മനുഷ്യന്. ഏതൊരു ശില്പിക്കും ഏതൊരു കലാകാരനും അതിന്റെ ആഴത്തിൽ അവർ സൃഷ്ടിച്ചു വയ്ക്കും. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും കർത്താവിന്റെ കരത്താൽ മെനയപ്പെട്ടു, ക്രിസ്തുവിന് അല്പം മാത്രം താഴ്ത്തി സൗന്ദര്യത്തിലും തേജസ്സിലും ദൈവത്തിന്റെ സർവ്വവിധ സംവിധാനത്തിലും ദൈവം തന്റെ കൈകൊണ്ട് മെനയപ്പെട്ട ഞാനും നിങ്ങളും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അതനുസരിച്ച് നാം വരാൻ വേണ്ടിയാ ഇതുപോലുള്ള സംവിധാനങ്ങൾ സ്വർഗം ഒരുക്കി വച്ചിരിക്കുന്നത്. പറന്നു പോകരുത്. സ്തോത്രം. ഇപ്പൊ മൂന്നാമത്തെ പാർട്ട് നമ്മളിവിടെ വായിച്ചത് ഏതാണ്? 3-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം. 2 സംഭവിക്കാൻ പോകുന്നത് ദ്രവ്യാഗ്രഹികളും, അടുത്ത് വമ്പ് പറയുന്നവരും, 3, 4 അഹങ്കാരികളും, അടുത്ത് ആമേൻ ദുഷ്പ്രവർത്തി അല്ലെങ്കിൽ ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവർ. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പൗലോസ് ഇങ്ങനെ എഴുതി വെച്ചിട്ട് പറയാ. അമ്മ അപ്പന്മാരെ എന്ത് ചെയ്ത അനുസരിക്കാത്തവരും, നന്ദി കെട്ടവരും, അശുദ്ധരും, വാത്സല്യമില്ലാത്തവരും, ആമേൻ സ്വതന്ത്രം, ഇങ്ങനെയുള്ള യേശുക്കാരും, ഇങ്ങനെയൊക്കെ ആമേൻ ഒത്തിരി കാര്യങ്ങൾ പൗലോസ് പറഞ്ഞു വയ്ക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ അടുത്തുള്ള ആരുടെങ്കിലും എത്ര സ്നേഹമായിരിക്കട്ടെ നിങ്ങൾ കഴിച്ചോ? അപ്പൊ രസകരമായി അവർ പറയും ഞാൻ ഒന്നും കഴിച്ചില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചിരിച്ച് തള്ളിക്കളഞ്ഞ് അയ്യോ നീ ചുമ്മാ പറയുന്നേ, നീ കഴിക്കുന്ന ഞാൻ കണ്ടതല്ലേ, അങ്ങനെയല്ല പറയാം. കഴിച്ചില്ലേ അല്ലേ? ഓക്കെ, ഞാൻ ഇതാ വരുന്നു, എന്റെ വീട്ടില് അല്പം ഫുഡുണ്ട്, കൊണ്ടുവരട്ടെ. അവിടെയാണ് ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകുന്നത്. കൊടുക്കുന്നവനെ പിന്നെ കണ്ടുപിടിച്ച് അനുഗ്രഹിക്കുന്ന ഒരു സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഉറപ്പായിട്ടും. അവന്റെ കണ്ണൊന്ന് കലങ്ങിയ, അവന്റെ നെഞ്ചൊന്ന് പിടഞ്ഞാൽ, അവന്റെ വാക്കുകളൊന്ന് ഇടറിയാൽ, അവന്റെ കൺപോളകളൊന്ന് ഇവ വെട്ടിയാൽ അറിയുന്ന ഒരുത്തനുണ്ട്. അവന്റെ പേരാ ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന പഠിപ്പിക്കുന്ന യേശു കർത്താവ്. ഒരു രാജാവിന്റെ മാറത്ത് ചേർന്ന് കിടക്കുന്ന ഒരു അരക്കച്ച, ആ അരക്കച്ച ചേർന്ന് കിടക്കുന്നെങ്കിൽ അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠകരമായി ദൈവം നമ്മെ തന്റെ ചങ്കിലെ ചോരയാൽ തന്റെ ചങ്കോട് നമ്മെ ചേർത്ത് വസിക്കുന്നു. അപ്പൊ നമ്മൾ കരഞ്ഞ കരുത കേൾക്കുന്നില്ലേ? ഉറപ്പായി കേൾക്കും. ആമേൻ. ഈ ഇരിക്കുന്ന നിങ്ങളെ കൊണ്ട് കഴിയും. അടുത്ത പുതിയ വർഷത്തിലേക്ക് നമ്മൾ ക്ലാസ്സിൽ പ്രവേശിക്കുന്ന മുമ്പായിട്ട് 5 പേരോട് പറയണം, വാ നീ വെറുതെ ഇരിക്കുകയല്ലേ 7 മുതൽ 9 വരെ, വാ ആഴ്ചയിൽ 3 ദിവസം ക്ലാസ് ഉണ്ട്, വാ
ഞാൻ പഠിച്ച അതേ വചനം നിനക്ക് പഠിക്കാം. ആദ്യമൊക്കെ അവരെന്തല്ലോ വെള്ളം കാണുമ്പോ ആട് പിറകിലോട്ട് വലിക്കുമ്പോൾ രണ്ട് വലിയൊക്കെ വലിച്ചൊക്കെ പോയി വെള്ളത്തിലോട്ട് പോകും. വിട്ടളേ ആട് കണ്ടില്ലേ കുളിപ്പിക്കൊണ്ടിറക്കുമ്പോ? ആടുണ്ടായിരുന്നു, ആട് കുളിപ്പിക്കാൻ കൊണ്ട് വെള്ളത്തിറക്കുമ്പോ കണ്ടുണ്ട്. എങ്ങനെയാ ആടുള്ളവര് രണ്ട് കൈയും കുത്തി ഇങ്ങനെ നിൽക്കും. അതിന് ജമ്മത്ത് വെള്ളത്തിറക്കം നോക്കണം. പിന്നെ ഇങ്ങനെ തന്ത്രമുണ്ട്. ഇങ്ങനെ അറിയാമോ? ആട് വെള്ളത്തിറക്കുന്ന അറിയാമോ? ഇങ്ങനെ അതിന് ഇഷ്ടമുള്ള ഐറ്റമാണ് മരിച്ചിനി കൊണ്ട, കപ്പയുടെ കൊണ്ട, അതിന്റെ ശിഖരങ്ങൾ. അതിനെങ്ങനെ കാട്ടുമ്പോ അതിന് വെള്ളമല്ല ആഴക്കടലാണെങ്കിൽ അതിന്റെ പിന്നാലെ ഇറങ്ങിച്ചെല്ലും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കൈയും കുത്തി നിൽക്കുന്ന ആട്ടുകുട്ടികളെ നമ്മൾ കുറച്ച് തീറ്റയെ കാണിച്ച് വെള്ളത്തിലോട്ടങ്ങ് ഇറക്കണം. പിന്നെ അടിച്ച് കുളിപ്പിച്ചൊക്കെ പുറത്തെടുക്കുമ്പോൾ ശരിയായിക്കോളും. എന്നാൽ മരിച്ചിനെ കൊണ്ട് കൊടുക്കത്തുമില്ല. വെള്ളത്തിൽ ഇറങ്ങിയ പിന്നെ നമ്മൾ കുളിപ്പിക്കാനുള്ള സമയമായത്. ഇതുപോലെ ചിലരെ ഇതിനകത്ത് കൊണ്ട് നിർത്താം. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പറ്റില്ല. ദേശത്തിലിറങ്ങി നമുക്ക് ഒരാളിനെ കർത്താവിന് നിത്യതയ്ക്ക് വേണ്ടി നേടാൻ, 5 വചനം പറഞ്ഞു കൊടുക്കാൻ, പഠിപ്പിപ്പാൻ, അവരോട് നമ്മൾ അവൻ സവർത്തമാനം, സുവാർത്ത ദൂതായ നല്ല വർത്തമാനം എന്ന ഈ പുസ്തകത്തിന്റെ അക്ഷരമാലകൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ഇതിൽ പരം ഭാഗ്യം ഈ ഭൂമിയിൽ വേറെ ഒന്നും ഇല്ല എന്ന് ഞാൻ ഉറക്കെ പറയും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എനിക്കറിയാം ഇതിന്റെ ഓരോ കല്ലുകളും പ്രാർത്ഥനയാൽ കെട്ടി ഉയർത്തിയ കല്ലുകളാണ് ഇവിടെ ഇരിക്കുന്നതെല്ലാം. സ്തോത്രം. മുമ്പിലോട്ട് വരാം. 4-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ചിന്തയെ ഒന്ന് കൊണ്ടുവരാം. 4-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. കർത്താവോ, എനിക്ക് തുണ നിന്ന് പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. ആമേൻ. 4-ാമത്തെ പാർട്ടാണ് കർത്താവോ എനിക്ക് തുണ നിന്നു. എന്തിനാ തുണ നിന്നത്? പ്രസംഗം. ഞാൻ ചോദിക്കും, നിങ്ങൾ എല്ലാവരും പ്രസംഗിക്കുന്നവരെ, എന്നെക്കാൾ പ്രസംഗിക്കുന്നത് നിങ്ങളല്ലോ. ഞാൻ അങ്ങനെയല്ലേ കാണും. തങ്കമ്മാറ്റിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര മെസ്സേജ്. പക്ഷെ ആട് പോലെ കൈയും കുത്തി നിന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കട്ടിയാള് വലിച്ച് വെള്ളത്തിൽ ഇറക്കാൻ നമ്മളെ പോലെ ഉള്ളതൊക്കെ പറ്റും. ശോധം കൈ കുത്തി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കണ്ടില്ലേ ചില കാളയം വണ്ടിയൊക്കെ കുത്തി കൈ കുത്തി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ബോല് പൊങ്ങുന്നത് പോലെ. അപ്പൊ നല്ല മെസ്സേജാ ഇവിടെ പറഞ്ഞത്. അതാ ഇവിടെ എന്താ പൗലോസ് പറഞ്ഞേ? കർത്താവോ എനിക്ക് തുണ നിന്നു. ആമേൻ. പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾക്കുവാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു എന്ന് പറഞ്ഞ അവിടെ സിംഹം വന്നെന്നല്ല പറഞ്ഞേ. അവിടെ സിംഹങ്ങളില്ല. അവിടെ നിൽക്കുന്ന ആരെന്നറിയാമോ? സിംഹത്തിന് തുല്യമായ ജനം തിങ്ങി നിറഞ്ഞു നിൽക്കുക. സിംഹതുല്യമായ ഒരു വാക്ക് പൗലോസിന്റെ നാവിൽ നിന്ന് താഴെ വന്ന് വീണ് കഴിഞ്ഞാൽ അതിനെ അവൻ ഒരു 10,000 പ്രാവശ്യം അരിച്ചു മറക്കുന്ന സിംഹതുല്യമായി നിൽക്കുന്ന ജനം അവിടെ വളഞ്ഞു നിൽക്കുക പൗലോസിനെ ശിക്ഷ വിധിപ്പാൻ. അതാ പറഞ്ഞത്, കർത്താവ് തുണന്നു. പൗലോസിന്റെ ഏത് ശുശ്രൂഷയിലും ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. ദൈവവൈതലേ, ഇന്ന് രാത്രി നോക്കിക്കേ, ആ വാക്യത്തോട് ചേർന്ന് 1-2 വാക്യങ്ങൾ നിങ്ങൾക്ക് തരാം. 17-ാമത്തെ വാക്യത്തോട് ചേർന്ന് 1-2 വാക്യം ഒന്ന് എഴുതിക്കോ. 2 തീമോത്തി 3:11. ആമേൻ. 3:11. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 17:37. സങ്കീർത്തനങ്ങൾ 22:21. ഷോർട്ട് കട്ട് എഴുതി പോയാൽ അപ്പൊ എളുപ്പമുണ്ട്. 1 തീമോത്തി 1:12. പ്രവർത്തികൾ
9:15. തീത്തോസ് 1:1. മത്തായി 10:19. പ്രവർത്തികൾ 23:11, 27:23. ഇത്രയുമാണ് അതിനകത്തുള്ള ചിന്ത. 2 തീമോഥെയോസ് എഴുതിയ ലേഖനത്തിന്റെ പശ്ചാത്തലം. തീമോഥെയോസിനുള്ള 2-ാം ലേഖനം. പൗലൂസിന്റെ അവസാനത്തെ ലേഖനമാണ് എഴുതുന്നത്. എഴുതുന്ന സമയത്ത് വിശ്വാസികളെ കഠിനമായി പീഡിപ്പിച്ചുകൊണ്ട് നീറോ ചക്രവർത്തി ക്രിസ്തീയ വിശ്വാസം റോമിൽ വ്യാപരിക്കുന്നത് തടയാൻ ശ്രമിക്കുകയായിരുന്നു. പൗലോസ് വീണ്ടും റോമിൽ ചക്രവർത്തിയുടെ തടവുകാരനായി കഴിയേണ്ടി വന്നു. ഒന്നാമത്തെ അധ്യായത്തിന്റെ 16, 17. 1-ാം അധ്യായത്തിന്റെ 16, 17 ബ്രാക്കറ്റില്. തന്റെ പല സ്നേഹിതന്മാരിലും കൈവിടപ്പെട്ടു. 1:15. തന്റെ ശുശ്രൂഷ അവസാനിച്ചു എന്നും മരണം ആസ്വദിക്കാനും അറിഞ്ഞുകൊണ്ട് ഒരു സാധാരണ കുറ്റവാളിയെ പോലെ ഒരു സാധാരണ കുറ്റവാളിയെ പോലെ 2:9 2:9 പൗലൂസ് തന്റെ പ്രിയ മകനും
1:2. വിശ്വസ്ത സഹപ്രവർത്തകനും റോമർ 16:21. എന്ന നിലയിലാണ് തീമത്യോസിന് എഴുതുന്നത്. അത്രയും മതി. ഒന്ന് രണ്ട് വാക്യം കൊടുത്തരാം, വാക്യം എഴുതിക്കോണേ. ഫിലിപ്പിയർ 1:1, കൊലോസിയർ 1:1, രണ്ട് തീമത്തി 4:9 മുതൽ 21 വരെ, രണ്ട് തീമത്തി 1:18, രണ്ട് തീമത്തി 4:19. ഒരു വാക്യം നമുക്ക് ചേർന്ന് വായിക്കാമോ? കൊലോസ്യർക്ക് ലേഖനം 1:1 വായിക്കാം. ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിൻ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോഥെയോസും കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്. 4ാമത്തെ പാർട്ടാണ് 17ാമത്തെ വാക്യം 4. അതിന്റെ ഒത്തുവാക്യമാണ് ഞാൻ തന്നത്. അവിടെ പൗലൂസിന് തുണ നിന്നത് കർത്താവാണ്. മാത്രവുമല്ല, പൗലൂസിനെ ലുസ്ത്രയിൽ വച്ച് കൊല്ലാൻ ശ്രമിച്ച ഒത്തിരി പേര് അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി പരീശന്മാരും നീറോ ചക്രവർത്തിയുടെ കാലത്തുണ്ടായിരുന്ന പടയാളികളും നീറോ ചക്രവർത്തി ഇടപെടാത്ത ഉപദ്രവങ്ങളും അന്ന് ആ കാലഘട്ടങ്ങളിൽ നീറോയുടെ കുത്തഴിഞ്ഞ ഭയങ്കരമായിട്ടുള്ള പ്രവർത്തികളും കൽപ്പനകളും ഒക്കെ അടിച്ചമർത്തി വിട്ടു. ഒത്തിരി ക്രിസ്ത്യാനികളെ ഉന്മൂലനാശം ചെയ്ത ദുഷ്ടനായൊരു മനുഷ്യനാണ് നീറോ. ദുഷ്ടനായ മനുഷ്യൻ. ഇതുവരയ്ക്കും ഒരു ചക്രവർത്തി പോലും ഇങ്ങനെ ചെയ്തിട്ടില്ല. ആ നിലയിൽ ആ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കപ്പെട്ട വ്യക്തിയായിരുന്നു പൗലൂസ്. ശ്രദ്ധിക്കണം, എത്രത്തോളം അടി കൊള്ളുമോ അത്രത്തോളം കൃപയിൽ മുന്തി വന്ന വ്യക്തിയാ പൗലൂസ്. അത് ഇന്ന് രാത്രി നമുക്ക് ഈ ഇതിന്റെ പശ്ചാത്തലം നമ്മൾ പഠിച്ചപ്പോൾ തന്നെ അത് നമുക്ക് കാണാൻ കഴിഞ്ഞു. കാരണം നീറോയുടെ ഒത്തിരി തടവിലകത്ത് പൗലൂസ് പിന്നെ വീണ്ടും പൗലൂസിനെ പിടിച്ച് തടവിലിട്ടു, തുറുങ്കിലടച്ചു, പൗലൂസിനെ അടിച്ചു. തന്റെ കൂടെ നിന്നവരെ ശിഷ്യന്മാരൊക്കെയും പല തലത്തിൽ ഉപദ്രവിച്ചു. പക്ഷേ അവിടെയും പൗലൂസ് നിന്നൊരു ഒരൊറ്റ കാര്യം ഇതാണ്. എന്താണ്? കർത്താവ് തന്നെ തുണ നിന്നതിന്. എപ്പോഴും ചിന്തിക്കുന്ന ഭാഗം, നമ്മൾ എവിടെ പോയാലും കർത്താവ് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ആ യാത്ര പരാജയം. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, വേദപുസ്തകത്തിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോ ഇതൊരു കളിയായിട്ട്, ഒരു തമാശയ്ക്ക്, ഒരു ടൈം പാസിന് നമ്മൾ എന്ത് ചെയ്യരുത്, ഉപയോഗിക്കരുത്. ദൈവസന്നിധി എന്ന് പറയുന്നത് വിറയലോടെ, വളരെ വേദനയോടെ, വളരെ ഭയത്തോടെ ആയിരിക്കണം നമ്മൾ ദൈവവചനത്തിലേക്ക് അടുത്തു വരാൻ. കർത്താവ് എന്താ പറഞ്ഞേ? നിങ്ങൾ എന്നോട് അടുത്തു വരുന്നിടത്തോളം ഞാൻ എന്ത് ചെയ്യും? നിങ്ങളോട് അടുത്തു വരും. നിങ്ങൾ എന്നെ അകന്നു മാറുമ്പോ ഞാനും നിങ്ങൾ എന്ത് ചെയ്യും? അകന്നു മാറും. അതാണ് ചിലർ പറയുന്നത്, ഇത്രയും വർഷം ഞാൻ പ്രാർത്ഥിക്കുന്നു, ഒന്നും ലഭിക്കുന്നില്ല. പക്ഷേ അവര് പറയുന്ന ഒറ്റ കാര്യം ഇതാ, അവരെ വെച്ച് ഞാൻ പഠിക്കുമ്പോ അവർക്കിതൊരു കളിതമാശയായിട്ട് കാണും. എന്നാൽ പൗലൂസ് അങ്ങനെയല്ല കേട്ടോ. നീറോയുടെ മുമ്പിലും ധൈര്യത്തോടെ, സ്തോത്രം,
ധൈര്യത്തോടെയാണ്. ആമേൻ. ചങ്കുറപ്പോടെ. കാരണം എന്റെ കൂടെ ആരുണ്ട്? കർത്താവ്. ഇനി എത്ര സിംഹങ്ങൾ എന്റെ മുമ്പിൽ ഇറങ്ങി വന്നാലും എനിക്ക് കുഴപ്പമില്ല. അവരുടെ വായിൽ തന്നെ വിടുവിക്കുന്ന ഒരു സ്വർഗം എന്റെ കൂടെ. അത് ഉറപ്പിച്ച് ആ സമയത്ത് താൻ എഴുതുകയാണ്. അവിടെ കിടന്ന തടവറയിൽ കിടന്നു, റോമിന്റെ തടവറയ്ക്കകത്ത് കിടന്ന് താൻ എഴുതുകയാണ് ലെറ്റർ. സ്തോത്രം. അതെങ്ങനെ എത്തിക്കുമെന്ന് നമുക്കറിയില്ല. അന്നത്തെ കാലഘട്ടങ്ങളിലെ ഈ ലെറ്ററൊക്കെ അടുത്ത് തീമത്യോസിന്റെ കയ്യിലൊക്കെ എങ്ങനെ എത്തിക്കും നമുക്കറിയില്ല. എങ്ങനെയാണ് എത്തിക്കും, അന്ന് അതിനുള്ള സംവിധാനം ഉണ്ടോന്നും അറിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾക്കും കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഇല്ല, അങ്ങനെ ഒരു വാക്യല്ലേ അടങ്ങാൻ വേണ്ടി? നിന്റെ തലയിലെ ഒരു തലനാര് നിലത്ത് വീണാൽ ഞാൻ കേട്ടിരിക്കുന്നു, ഞാൻ അറിഞ്ഞിരിക്കുന്നു. കുറച്ചുകൂടെ ആഴ്ത്തി പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നു. അത്ര ഭയങ്കരനായ ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. എന്നാൽ ഈ ലേഖനത്തിന്റെ ഒരു ഉദ്ദേശം നമുക്ക് ഉണ്ടല്ലോ, ഇത് എഴുതിയൊരു ഉദ്ദേശം. എന്തുകൊണ്ടായിരിക്കും പൗലോസ് ഈ ലേഖനം എഴുതിയത്? ഇത് ഭയങ്കരമാണ്. ആമേൻ. പൗലോസിന് നിരന്തരമായ ഉപദ്രവങ്ങളും പൗലോസിന് നിരന്തരമായ കഷ്ടതകളും ഒന്ന് മാറി എല്ലാം വരുന്നത് ഈ പ്രസംഗം. താൻ എവിടെ പ്രസംഗിക്കുമോ അവിടെ ഒത്തിരി ഭൂതങ്ങൾ ഇളകും. അതല്ലേ ആദ്യത്തെ സഭയിലെ വിശ്വാസി ആരാ? ലുദിയ എന്ന സ്ത്രീയല്ലേ തന്റെ പട്ടണത്തിനകത്ത് ഇറങ്ങിച്ചെന്ന് കൊരിന്ത്യരിലെ ആദ്യത്തെ വിശ്വാസത്തിലായിട്ട് ഞാൻ പറയും. ആരാ? പ്രൈസ് ദി ലോർഡ്. ഒറ്റ പ്രസംഗത്തിലല്ലേ, അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിലല്ലേ അവളെ ഭൂതത്തെ മാറ്റിയത്? അത്ര ശുശ്രൂഷ പൗലോസിന്റെ മേലുണ്ടായിരുന്നു. ശ്രദ്ധിക്കണം, പൗലോസ് നിന്നതെല്ലാം വചനത്തിലാണ്. അപ്പോ ഈ പുസ്തകത്തിനകത്തേക്ക് ഇറങ്ങി വരുമ്പോ പൗലോസിന് നമുക്ക് മുഖാമുഖമായി കാണാൻ കഴിയും. താൻ അന്ന് അനുഭവിച്ച വേദനകൾ അക്ഷരാർത്ഥത്തിൽ എഴുതിച്ചിരിക്കുക. വായിക്കാമോ? എഴുതാമോ? ഈ ലേഖനത്തിന്റെ ഉദ്ദേശം കഷ്ടം അനുഭവിപ്പാനും ആണെന്ന് പൗലോസ് അറിഞ്ഞിരുന്നു. കഠിന പീഡയെയും സഭയ്ക്കുള്ളിലെ ഉപദേഷ്ടക്കന്മാരുടെ ഉപദ്രവത്തെയും മനസ്സിലാക്കിക്കൊണ്ട് സുവിശേഷത്തെ സംരക്ഷിക്കുവാനും വചനം പ്രസംഗിക്കുവാനും കഷ്ടം സഹിക്കുവാനും തന്റെ ദൗത്യം നിറവേറ്റുവാനുമായി പൗലോസ് തീമത്യോസിനെ പ്രബോധിപ്പിക്കുന്നു.
പൗലൂസ് തീമത്യോസിനെ പ്രബോധിപ്പിക്കുന്നു. അതാണ് ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലം. അതിന്റെ ഏറ്റവും ആഴമേറിയ ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ, ഇതിനകത്തുനിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഇതെല്ലാം പൗലൂസ് അറിഞ്ഞിരുന്നു. ഞാൻ ഇനി പോകുന്നത് കഷ്ടതയിലേക്കാണ്, ഞാൻ ഇനി പോകുന്നത് വളരെ വേദനയിലേക്ക് ഞാൻ പോകുന്നത് എന്ന് പൗലൂസിന് ദൈവം മനസ്സിലാക്കി കൊടുത്തു. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന നമ്മൾക്ക് ദൈവം വെളിപ്പെടുത്തി തരണം. നാളെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരണം. അതിന് നമ്മൾ പ്രാർത്ഥിക്കണം. കണ്ടോ, ഇവിടെ അവൻ സംരക്ഷിച്ചു തരുന്നോ, സുവിശേഷത്തെ സംരക്ഷിക്കുവാനും വചനം പ്രസംഗിക്കുവാനും അടുത്ത് കഷ്ടം സഹിക്കുവാനും തന്റെ ദൗത്യം നിറവേറ്റുവാനുമായി പൗലൂസ് തീമത്യോസിനെ പ്രബോധിപ്പിക്കുന്നു. അപ്പോ അവരെ പ്രബോധിപ്പിക്കുക ഈ കാര്യം, അതാണ് ഈ പുസ്തകത്തിന്റെ ഉദ്ദേശം. സ്തോത്രം. അടുത്ത് ഒരു വാക്യം നമുക്ക് വായിച്ചിട്ട് മുമ്പിലോട്ട് പോകാം. കുറച്ച് വാക്യം നിങ്ങൾക്ക് തരാം, എഴുതിയെടുക്കാമോ? ഏറെ കുറച്ച് വാക്യമുണ്ട്, എഴുതിയെടുക്കാമോ? വാക്യങ്ങൾ മാത്രം കവിവാചകത്തില് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് കുറെ ഉപകാരപ്പെടും. സൺഡേ സ്കൂളിലൊക്കെ പഠിപ്പിക്കാനൊക്കെ ഒരുപാട് നിങ്ങൾക്ക് വാക്യങ്ങൾ തരാം പല പുസ്തകത്തിൽ നിന്ന്. നമുക്കിപ്പോ 4-ാം അധ്യായം, നമുക്ക് ഈ 2 തീമത്യോസ് തന്നെ 2:2, 2 തീമത്യോസ് 2:2, 2:3, കോമയിട്ട് പോയാൽ 2:3, 2:15, 2:18 മുതൽ 21 വരെ, 2:22, 2:23 മുതൽ 26 വരെ, 3:1 മുതൽ 9 വരെ, 3:10 മുതൽ 17 വരെ, 4:1 മുതൽ 5 വരെ, 4:6 മുതൽ 22 വരെ, 3:16 മുതൽ 17 വരെ, 2:15, 1:6, 1:8, 4:2, 2:15, 4:5, 3:16, 4:6 മുതൽ 8 വരെ. ഇത്രയും വാക്യങ്ങൾ നിങ്ങൾക്ക് എഴുതിയെടുത്തു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത് വിഷയ വിഭജനം, ലാസ്റ്റ് ഭാഗം, വിഷയ വിഭജനം. ഒന്ന്, പൗലൂസിന്റെ നിയോഗം. പൗലൂസിന്റെ നിയോഗം, ഏതിനും ഒരു നിയോഗം വേണമല്ലോ. 1:5 മുതൽ 18 വരെ. ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കുക. ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കുക. 1:5 മുതൽ 7 വരെ. ബി സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ മനസ്സുണ്ടായിരിക്കുക. ഒന്നിന്റെ 8 മുതൽ 10 വരെ. ഒന്ന്,
കൃപയിൽ ശക്തിപ്പെടുക. 2:1. രണ്ട്, പൗലൂസിൽ നിന്ന് പഠിച്ചതുപോലെ 3:10 മുതൽ 14 വരെ. 3, കഷ്ടം സഹിക്കുകയും ചെയ്യുക. 2:8 മുതൽ 13 വരെ. 4, വചനം പ്രസംഗിക്കുക. 4:1 മുതൽ 5 വരെ. 7, പൗലൂസിന്റെ സാക്ഷ്യവും നിർദ്ദേശങ്ങളും. 4:6 മുതൽ 18 വരെ. ബി, പൗലൂസിന്റെ വിടവാങ്ങൽ സാക്ഷ്യം. 4:6